സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതായത് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. ഒരാൾ മുന്നിൽ നിന്ന് സംസാരിക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. മറ്റേ സിനിമയിലൊക്കെ കണ്ണോട് അയ്യോ അമ്മയെ തലയിറങ്ങി വീണോണ്ട് പരിപാടിയായിരുന്നു. എൻ്റെ പേര് സായുജ്, ഞാൻ കൊടുങ്ങല്ലൂരായിരുന്നു വരുന്നത്. ഡിഗ്രി കംപ്ലീറ്റഡ് ആണ് ആൻഡ് ഇവിടെ പ്രൊഫഷണൽ ഡിപ്ലോമ ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പിന് പ്ലേസ് ആയിട്ട് പനമ്പള്ളി നഗറിൽ MDF കമ്പനിയിലാണ്. ഇൻറ്റേൺഷിപ്പ് ടേംഡ് പേഴ്സണാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാസമൊക്കെ ഇൻറ്റേൺഷിപ്പ് വരും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. എന്നായിരുന്നു ഇൻ്റർവ്യൂ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പാരൻസിനെയൊക്കെ വിളിച്ച് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം പറയാനായിട്ട്. ആദ്യം വന്ന് പറഞ്ഞത് സാറിൻ്റെ അടുത്ത്. ഡിഗ്രി വരെ എൻ്റെ ഒരു ഫ്ലോയിലാണ് വന്നത്. കാരണം 10th കഴിഞ്ഞു. ഏതാ സിമ്പിളായിട്ടുള്ളൊരു കോഴ്സ് എന്ന് വെച്ചപ്പോൾ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ബികോം വരെ കണ്ട് പോയി. എന്നിട്ട് ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തു ഒരു CMA കോഴ്സ് ചെയ്താൽ നല്ലതായിരിക്കുന്നു. അതിനുശേഷം അതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിനൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിൽ തോന്നി ഇത് എനിക്ക് ചെയ്യാനും പറ്റും. അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇവിടെ നിന്ന് ഓരോ ക്ലാസ് ഇരുന്നപ്പോഴും ഇറ്റ്സ് ഫെൽറ്റ് റൈറ്റ്. ഐ മീൻ എനിക്ക് ശരിയായി തോന്നി ഈ ചെയ്യണ കോഴ്സ്. അങ്ങനെയാണ് ഈ കോഴ്സ് പ്രൊസീഡ് ചെയ്തത്. അപ്പം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ലോജിസ്റ്റിക്സിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൈ SLMT? എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഇവിടെ പഠിച്ചിരുന്നു, അവൻ സജസ്റ്റ് ചെയ്തിട്ട് വന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൊഫഷണൽ ഡിപ്ലോമ 9 months കോഴ്സാണ് അല്ലേ? അപ്പോൾ ഈ വന്ന സമയത്ത് സായുജ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇവിടുന്ന് പ്ലേസ്ഡ് ആയിട്ട് ഇറങ്ങുന്ന സായുജ് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്? വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതായത് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. ഒരാൾ മുന്നിൽ നിന്ന് സംസാരിക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. മറ്റേ സിനിമയിലൊക്കെ കണ്ണോട് അയ്യോ അമ്മയെ തലയിറങ്ങി വീണോണ്ട് പരിപാടിയായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു മുന്നിൽ നിന്ന് സംസാരിക്കാനായാലും പറയാനായാലും. സായുജിന്റെ മോക്ക് ഇന്റർവ്യൂ എന്നായിരുന്നു? ഇന്നലെ മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞു, ഇന്ന് പ്ലേസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ മോക്ക് ഇന്റർവ്യൂ ഇപ്പൊ അത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ആണല്ലോ. എങ്ങനെയായിരിക്കും ഒരു പ്രൊഫഷണൽ ഇന്റർവ്യൂ? അതുപോലെ തന്നെയാണ് മോക്കും അറ്റൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് മോക്ക് ഇന്റർവ്യൂ സായുജിനെ ഹെൽപ്പ് ചെയ്തത്? മോക്ക് ഇന്റർവ്യൂ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടി ഇന്നലത്തെ മോക്ക് ഇന്റർവ്യൂയോടുകൂടി. അത് ഇന്നത്തെ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ജസീറ മാമും വിനീത മാമും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ലാംഗ്വേജ് അറിയാമെങ്കിലും ഒരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇവിടെ വന്ന് അവർ ക്ലാസ്സിൽ തന്നെ നിന്ന് ഓരോ ടാസ്കൊക്കെ തന്ന് ചെയ്യിപ്പിച്ച് എനിക്ക് കൂടുതൽ എളുപ്പമാക്കാൻ പറ്റി. ഗ്രൂമിങ്ങിനായാലും ഞാനിപ്പോൾ തിരിക്കുന്ന വേഷം ഞാൻ ഇതുവരെ ഇങ്ങനെ ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഇതിൻ്റെതായ ഒരു ടച്ച് ഫീൽ ഉണ്ടാവണം, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗ്രൂമിങ് ഉണ്ടാവണം. അതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് പഠിച്ചത്. സായുജിനടുത്ത് ചോദിക്കുകയാണ് ലോജിസ്റ്റിക്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ SLMT എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ ആയിട്ട് സായുജ് എന്ത് പറയും? ഐ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയും.